ഇപ്പോൾ ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫോട്ടോ അവൻ്റെ അച്ഛൻ അമ്മയൊക്കെ കരയുന്നു. ആ അമ്മയുടെ വാക്കുകൾ ശരിക്കും കരയിപ്പിച്ച് കളഞ്ഞു. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുണ്ടാവില്ല, അവൻ ഇത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഇന്ന് വരെ ഈ വയവരെയും എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് പോലും പറയിച്ചിട്ടില്ല. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും ഇനി വേദനിക്കാൻ പാടില്ല. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന ഇതൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനമുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ എന്താ മനസ്സിലാവുന്നത്? ഇതിനകത്തൊക്കെ ഭയങ്കര സെന്റിമെന്റ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സെന്റിമെന്റ്സ്. പക്ഷേ എനിക്കിതിനകത്ത് ഇവർ പറയുന്നതിനകത്ത് ഒരു പ്രശ്നം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ മാന്യനായിട്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ ആൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞാലും ഇയാൾ ആത്മഹത്യ ചെയ്യുന്ന ആളായി പോയില്ലേ? ജെനുവിൻ ഏതാ ഫേക്ക് ഏതാന്ന് അറിയേണ്ട ആവശ്യം നമുക്കില്ല. ഈ പറഞ്ഞ അലിഗേഷൻ എന്തു ആകട്ടെ, ഇയാളെ പറ്റി പറഞ്ഞത് വീഡിയോ ഒക്കെ എടുത്ത്, വീഡിയോ ഉണ്ട് പെണ്ണിൻ്റെ, അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ആൾക്കാർക്ക്. ഇയാൾ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനൊന്നും നിൽക്കാതെ അന്നൊരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് മരിച്ചില്ലേ, ഒരു പി ദിവ്യ എന്ന് പറഞ്ഞൊരു ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ, അപ്പോൾ അതിനകത്ത് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ. ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. അയാളെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേക്കുവാന്ന് കംപ്ലീറ്റ് ആൾക്കാരും. അപ്പോൾ അന്ന് ഞാൻ പറയുന്നുണ്ട്, ഈ പുള്ളിക്കാരി വന്ന് പറയുന്നത് ഒരു ട്രിഗറിങ് പോയിന്റ് മാത്രമാണ് ഇയാളുടെ സൂയിസൈഡിന്, അല്ലാതെ സൂയിസൈഡിൻ്റെ കാരണം അതല്ല. ഈ സൂയിസൈഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ്. ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, അല്ല എന്തെങ്കിലും അതൊരു മെന്റൽ ഡിസോർഡർ തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. പിന്നെ അതിലും കൂടി ഒരു തരം സിവിയർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതായത് കൂടെ ജീവിക്കുന്ന ഭാര്യ മക്കളൊക്കെ കൊന്നിട്ട് മരിക്കുക. അത് വേറൊരു തരം ഡിസോർഡറാണ്. ചിലപ്പോൾ അപ്പനെ അമ്മയൊക്കെ വെട്ടിക്കൊല്ലുന്ന ഡിസോർഡർ ഉണ്ട്. അതൊക്കെ ഡിസോർഡറാണെന്ന് മനസ്സിലാവും. അക്രമം വേറൊരാളോട് ചെയ്യുന്നത് മാത്രമേ ഡിസോർഡർ ആണെന്നുള്ള ധാരണയുണ്ട് നമുക്ക്. പക്ഷെ അങ്ങനെയല്ല. ഇത് തെറ്റാ. ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ കഥയും തെറ്റാ. ഇവിടെ ഉള്ളവർ പറയുന്ന പല പെർസ്പെക്റ്റീവ്സും തെറ്റാണ്.